നമ്മുടെ ഇത് 17ാമത്തെ മെഡിറ്റേഷനാണ്. ക്രിസ്തീയ ശിഷ്യത്വം എന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവഹിതമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലെ ചില ചിന്തകളാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. എന്നാൽ ആമുഖമായി 14 മുതലുള്ള വാക്യങ്ങളും വായിച്ച് മുന്നോട്ട് പോകണമെന്ന് താല്പര്യപ്പെടുന്നു. 14-15 വാക്യം നമ്മൾ ഇതിനോടകം ചിന്തിച്ചതാണ്. കർത്താവിൻ്റെ ഗലീലയിലുള്ള ശുശ്രൂഷയുടെ ആരംഭഘട്ടമാണ്. 14-ാം വാക്യം മുതൽ 9-50 വരെയാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ഗലീലയിലുള്ള ശുശ്രൂഷ രേഖപ്പെടുത്തിയിരിക്കുന്നു. 14-ാം വാക്യം, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അപ്പൊ നമുക്കറിയാം, ഇത് ഏകദേശം കർത്താവിൻ്റെ 1 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷമാണ് ഗലീലയിലേക്ക് പോകുന്നത്. ആ 1 വർഷം യഹൂദിയയിൽ മാത്രമല്ല, ഗലീലയിൽ ഇടയ്ക്ക് ശുശ്രൂഷിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ കർത്താവ് ഗലീലിയൻ മിനിസ്ട്രിക്കായി പബ്ലിക്കായിട്ട് ആ ഭാഗത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മിനിസ്ട്രിക്ക് വേണ്ടി കർത്താവ് വരികയാണ്. അത് ആത്മാവിൻ്റെ ശക്തിയോടെയാണ് എന്നുള്ളത് പ്രത്യേകം ലൂക്കോസ് അവിടെ രേഖപ്പെടുത്തും. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഹോളി സ്പിരിറ്റിനെ കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും ഒക്കെ ധാരാളം രേഖകളുണ്ട്. അത് സുവിശേഷത്തിൽ മാത്രമല്ല, ലൂക്കോസ് എഴുതിയ അപ്പോസ്തല പ്രവൃത്തികളിലും അങ്ങനെ തന്നെയാണ്. ഹോളി സ്പിരിറ്റിനോടുള്ള കാര്യത്തിൽ എംഫസിസ് കൊടുക്കുന്നു, അതുപോലെ പ്രേയറിന്റെ കാര്യത്തിൽ എംഫസിസ് കൊടുക്കുന്ന അനുഭവം. അപ്പൊ ഈ 14-ാം വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, കർത്താവ് സ്നാനപ്പെട്ടു, അനോയിന്റഡ്-ആയി, അതിനുശേഷം വിൽഡർനെസ്സിൽ ടെംപ്റ്റിംഗ് ഉണ്ടായി, അതിനെ കർത്താവ് ജയിച്ചു. അങ്ങനെ ജയിച്ചു വരുന്ന കഷ്ടിച്ച് രക്ഷപ്പെടുന്ന ഒരു അനുഭവത്തിലൊന്നുമല്ല, ആത്മാവിൻ്റെ ശക്തിയോടെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ദൈവിക ഹിതത്തോടുള്ള വിശ്വസ്തത ഒരാളെ ക്ഷീണിതനാക്കുന്നില്ല, മറിച്ച് ആത്മീകമായി ശക്തിപ്പെടുന്ന ഒരു അനുഭവമാണ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ ഈ സ്റ്റഡികളെല്ലാം പഠിക്കുന്നത് യേശുവിൻ്റെ മാതൃക ശുശ്രൂഷയിലും ജീവിതത്തിലും നമുക്ക് അനുകരിക്കണം. നമുക്കെല്ലാം അറിയാം, സ്വാഭാവികമായിട്ട് നമുക്കത് നാച്ചുറൽ, നമ്മുടെ മാനിൽ അതിനുള്ള കരുത്തൊന്നും നമുക്കില്ല. അതിന് തീർച്ചയായിട്ടും ആത്മാവിൻ്റെ ബലം നമ്മൾക്ക് ആവശ്യമാണ്. 15-ാം വാക്യത്തിൽ ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ നമ്മളത് ചിന്തിച്ചതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിലെ കാതലായ സെൻട്രൽ കാര്യം എന്ന് പറയുന്നത് ജീസസ് വേർഡ് മിനിസ്ട്രിക്കാണ് കൊടുത്തത്. ദയവായിട്ട് നിങ്ങളുടെ മൈക്കുകൾ മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. മൈക്ക് എപ്പോഴും മ്യൂട്ട് ചെയ്ത് വെക്കാനായിട്ട് ഓർപ്പിക്കുകയാണ്. കാരണം ഇതൊക്കെ ആയിരക്കണക്കിന് ആളുകളിലേക്ക് ഇത് പോകുന്നതാണ്. ഓരോ വാക്കും അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് വരും. നിങ്ങളുടെ സഹകരണത്തിന് നന്ദി. ഇപ്പൊ ജീസസ് ഉപദേശിച്ചു, ഹി വാസ് കണ്ടിന്യൂസ്ലി ഉപദേശിക്കുന്നത്. കാരണം ധാരാളം പള്ളികൾ, സിനഗോഗുകൾ ഗലീലയിലെ ദേശങ്ങളിലുണ്ട്. അവിടെയെല്ലാം കർത്താവ് ചുറ്റി സഞ്ചരിച്ച് ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുകയായിരുന്നു. പലപ്പോഴും ആധുനിക ആളുകളുടെ ഉള്ളത്തിൽ ഈ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷ അവഗണിച്ചുകൊണ്ട് ചാരിറ്റി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ മറ്റ് വിടുതലിൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ ആണ് കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത്. അതൊക്കെ പ്രധാനപ്പെട്ട ശുശ്രൂഷയാണെന്നുള്ളത് ഞാൻ എടുത്തു പറയുകയാണ്. അതൊന്നും തെറ്റായ കാര്യമൊന്നുമല്ല. എന്നാൽ മെയിൻ കാര്യത്തെ പലപ്പോഴും നമ്മൾ അറിയാതെ അവഗണിച്ചു പോവുകയാണ്.
എന്ന കാര്യമാണ് ഞാൻ പറയാൻ താല്പര്യപ്പെടുന്നത്. അല്ലാതെ ചാരിറ്റി പ്രവർത്തനം വേണ്ടാന്നോ, അല്ലാതെ ഡെലിവറൻസ് വേണ്ടാന്നോ ഒന്നുമല്ല. ജീസസ് പ്രധാനമായി ജീസസിന്റെ സെൻട്രലായിട്ട് മിനിസ്ട്രിയിൽ ഉണ്ടായിരുന്ന കാതലായ കാര്യം, ആ മെയിൻ എംഫസിസ് നമ്മുടെ ചർച്ചകളിലേക്കൊക്കെ മടങ്ങി വരണം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. 4-ാം അധ്യായത്തിന് 16 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം രേഖയുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ പ്രാരംഭത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷയെ സ്വീകരിക്കുന്നതും ആ സ്വീകരണം പിന്നത്തേതിൽ തിരസ്കരണമായിട്ട് മാറുന്നു. പ്രത്യേകിച്ച് ഹോം ടൗൺ നസറേത്തിൽ ആണ് ആ സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം പല ഇവന്റുകൾ വേണമെങ്കിൽ ലൂക്കോസിനെ തെരഞ്ഞെടുത്ത് പ്രാരംഭത്തിൽ റെക്കോർഡ് ചെയ്യാമായിരുന്നു. എന്നാൽ ലൂക്കോസ് സിലക്ട് ചെയ്തിരിക്കുന്നത് ഈ പ്രത്യേക സന്ദർഭമാണ്. അതിനുള്ള പ്രധാന കാരണം ഈ ഒരു പാസേജിൽ ഇവിടെയാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് മസ്സായ ആണ് എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സൂചനയും അതിനോട് ചേർന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പാസേജാണ്. അതുകൊണ്ട് നമ്മൾ ഈ 18-ാം വാക്യമൊക്കെ അതിൻ്റെ ഓരോ വാക്കുകളിലൂടൊന്ന് പോകണമെന്ന് എനിക്ക് വാസ്തവത്തിൽ താല്പര്യമുണ്ട്. അത്ര പ്രധാനപ്പെട്ടതായിട്ടാണ് എനിക്ക് ബോധ്യമാകുന്നത്. ഇത് കർത്താവിൻ്റെ നസ്രയത്തിലെ സിനഗോഗിലെ ആദ്യത്തെ സന്ദർശനമാണ്. രണ്ടാമത്തേത് മത്തായി 13:54 മുതൽ 58 വരെയുള്ള വാക്യവും മർക്കോസ് 6:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് മത്തായും മർക്കോസും കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഗാലീലിയൻ മിനിസ്ട്രിയുടെ ഏറ്റവും അവസാനത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ ചില ആളുകളൊക്കെ ഇതൊക്കെ ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ് എന്ന് ചിന്തിക്കുന്ന സ്കോളേഴ്സും ഉണ്ട്. ഞാൻ ഇങ്ങനെയുള്ള വിവാദങ്ങളിലൊന്നും ഇറങ്ങാറില്ല. നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യത്തിൽ നമ്മൾ നിൽക്കുക. പ്രത്യേകിച്ച് കണ്ടന്റാണ് നമുക്ക് വിഷയം. ക്രോണോളജിക്കൽ ഓർഡർ പലർക്കും അഭിപ്രായ വ്യത്യാസം കാണുമെങ്കിലും ഉള്ളടക്കമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണല്ലോ ദൈവത്തിൻ്റെ ആലോചന. 16-ാം വാക്യം, അവൻ വളർന്ന നസ്രയത്തിൽ വന്നു, ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ഇത് നമ്മൾ ചിന്തിച്ചതാണ്. അവൻ വളർന്ന നസ്രയത്തിൽ വന്നു. ഇപ്പൊ നസ്രയത്ത് എന്ന ഗ്രാമത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. ശരിക്കും ലോകരക്ഷിതാവാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഒരു സാധാരണ ഗ്രാമത്തിൽ നിന്നാണ് വന്നത് എന്ന കാര്യം കഴിഞ്ഞ നമ്മുടെ മെഡിറ്റേഷനിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. 2, ശബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്നു. യേശുവിനെ അനുകരിക്കുന്ന ഒരു ശിഷ്യൻ എന്ന നിലയിൽ ഇന്നത്തെ കാലഘട്ടത്തിന് ഒരു ആപ്ലിക്കേഷൻ നടക്കുമ്പോൾ സഭായോഗത്തിന് ഉയർപ്പിൻ്റെ ദിവസം നമ്മൾ കൃത്യമായി അറ്റൻഡ് ചെയ്യണം. അത് പ്രധാനപ്പെട്ടതാണ്. ജീസസിന് ആ ഒരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു. നമുക്കത് ആവശ്യമാണ് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ദൈവവചനത്തോടുള്ള ബഹുമാന സൂചകമായി കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. കർത്താവിനെ ഇൻവൈറ്റ് ചെയ്തപ്പോൾ കർത്താവ് വായിക്കുവാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. പിന്നീട് കർത്താവ് ആ വേദഭാഗം എക്സ്പ്ലെയിൻ ചെയ്യുവാനായി അവിടുന്ന് ഇരിക്കുന്നതായിട്ട് നമുക്ക് ഈ പാസേജിൽ കാണുവാൻ കഴിയും. 17-ാം വാക്യം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി. അപ്പൊ പുസ്തകം എന്ന വാക്ക് നമുക്ക് കൺഫ്യൂഷൻ ആകരുത്. ഇതൊരു ചുരുളാണ്. ഒരു ദൈർഘ്യമുള്ള ഒരു സ്ക്രോൾ, ഒരു ചുരുളിലാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. അത് കർത്താവ് വിടർത്തി. ആ സ്ക്രോള് കർത്താവ് നീക്കി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി 18-19 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവിടെ നിന്ന് ചില കാര്യങ്ങളാണ് നമുക്ക് തുടർന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ
വിടുവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. അപ്പൊ ഇത് യെശയ്യാ പ്രവചനം 61 1-2 വാക്യങ്ങളാണ്. അതിനോട് ചേർന്ന് യെശയ്യാ പ്രവചനം 58:6 ആ പാസേജിൽ നിന്നും കർത്താവ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ 2 പാസേജുകളാണ് കർത്താവ് വായിക്കുന്നത്. എന്നാൽ ശ്രദ്ധേയമാകുന്ന വിഷയം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61:1-2 ആ വേദഭാഗത്തിൽ 2-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം മാത്രമേ വായിക്കുന്നുള്ളൂ. യഹോവയുടെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയൊക്കെയും ആശ്വസിപ്പാനും ആ ഭാഗം വായിക്കാതെ യഹോവയുടെ പ്രസാദവർഷവും എന്ന ഭാഗം കർത്താവ് വായിച്ച് അവിടെ നിർത്തുന്നതായിട്ടാണ് കാണുന്നത്. അത് ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാം. അത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്ന് കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 18-ാം വാക്യവും 19-ാം വാക്യവും, അതിൽ 18-ാം വാക്യം സംക്ഷിപ്തമായി മശിഹായുടെ ശുശ്രൂഷയെ സംഗ്രഹിക്കുന്നതാണ്. മശിഹായുടെ ശക്തമായ ശുശ്രൂഷകളെ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു വാക്യത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആ വാക്യത്തിൽ 4 പ്രധാനപ്പെട്ട മെറ്റഫോഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബന്ധിക്കപ്പെട്ട പാപികളായ മനുഷ്യരെ സൂചിപ്പിക്കുന്ന, വിവരിക്കുന്ന 4 പ്രധാനപ്പെട്ട മെറ്റഫോർ: ദരിദ്രന്മാർ, ബദ്ധന്മാർ, കുരുടന്മാർ, പീഡിതർ. ഇങ്ങനെ 4 പ്രധാനപ്പെട്ട പ്രയോഗങ്ങളാണ് പാപികളെ വിവരിക്കുവാനായി ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളവരെ ദൈവം വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാണ് ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു വന്നിരിക്കുന്നത്. കർത്താവിന്റെ മിനിസ്ട്രിയെ വിവരിക്കുന്ന 4 പ്രയോഗങ്ങളാണ്. അപ്പോൾ ഈ സാദൃശ്യങ്ങൾ, ഈ മെറ്റഫോറുകൾ മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യന്റെയും ആത്മീക നിലവാരത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്. വിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ സകല മനുഷ്യരുടെയും ആത്മീക സ്ഥിതിയെ വിശേഷിപ്പിക്കുന്ന പ്രയോഗമാണ്. അവർ ദരിദ്രരാണ്, ബദ്ധന്മാരാണ്, കുരുടരാണ്, പീഡിതരാണ്. അപ്പം ഈ വിഷയത്തെ സംബോധന ചെയ്തുകൊണ്ടാണ് രക്ഷകനാകുന്ന നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രസംഗിക്കുന്നത്. മനുഷ്യന്റെ ആവശ്യം പ്രൈമറിലി അവന്റെ സ്പിരിച്വൽ നീഡാണ്. പലർക്കും അതിനെക്കുറിച്ച് ബോധ്യമില്ല എങ്കിലും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ആവശ്യം അവന്റെ ആത്മീകമാകുന്ന പ്രശ്നത്തിന്റെ പരിഹാരമാണ്. ഈ പാപം മനുഷ്യനെ ആന്തരികമായി ദരിദ്രരാക്കുന്നു, ഞെരിച്ച് മനുഷ്യനെ ബന്ധിയാക്കുന്നു, ആത്മീകമായ അന്ധത പിടിപ്പിക്കുന്നു, അവന്റെ വ്യക്തിത്വത്തെ തന്നെ തകർത്ത് കളയുന്നതാണ് പാപം. അപ്പൊ ഞാനും നിങ്ങളും കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. ആ വീക്ഷണത്തിൽ നമ്മൾ ഇത് കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മിനിസ്ട്രി, ദൈവം ഓരോരുത്തർക്കും ഓരോ മിനിസ്ട്രി എന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ പ്രൈമറി ഫോക്കസ്? നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയുടെ പ്രൈമറി ഫോക്കസ് എന്താണ്? ചാരിറ്റി പ്രവർത്തനം തെറ്റല്ല, കമ്പാഷൻ മിനിസ്ട്രീസ് തെറ്റല്ല, ഇതെല്ലാം ഞാൻ സമ്മതിക്കുന്നു.
എന്നാൽ സെൻട്രലായിട്ട് നിൽക്കേണ്ടത് എന്താണ്? കർത്താവ് രോഗികളെ സൗഖ്യമാക്കി, കർത്താവ് വിശക്കുന്നവർക്ക് ഫുഡ് കൊടുത്തു. ഇതിനൊന്നും ഒരു തർക്കവുമില്ല. ദൈവസഭ ഇതെല്ലാം ചെയ്യേണ്ടതാണ്. എന്നാൽ പ്രൈമറിലി എന്താണ്? ഇത് നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ശുശ്രൂഷയും നാം ഉൾപ്പെട്ടു നിൽക്കുന്ന ദൈവസഭയുടെ ശുശ്രൂഷയും ദൈവവചനത്തോട് അലൈൻഡ് ആണോ എന്നുള്ളത് ശോധന ചെയ്യുകയും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കാൽ ചുവടുകളെ പിൻപറ്റുവാനായി നാം സമർപ്പിക്കപ്പെടുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ജീസസ് മനുഷ്യന്റെ ഈ ആത്മീക ആവശ്യം, അതായത് മനുഷ്യന്റെ പ്രധാന പ്രശ്നമാകുന്ന പാപത്തെ ഡീൽ ചെയ്യുകയാണ്. അതിനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ലോകത്തിലെ എല്ലാ മതങ്ങളും ചിന്തിക്കുന്നത് അവർക്ക് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്നും അവര് വെച്ചിരിക്കുന്ന ഓരോ വഴികളിലൂടെ അവരുടെ അനുയായികൾ കടന്നു പോകുമ്പോൾ മനുഷ്യന്റെ ഈ പ്രധാനപ്പെട്ട പ്രശ്നമാകുന്ന പാപത്തിന് അതാത് മതങ്ങൾ പ്രശ്ന പരിഹാരം കൊടുക്കുന്നു എന്നും ചിന്തിക്കുന്നവരാണ് ഈ ലോകത്തിലെ ആളുകളൊക്കെ. ആ നിലയിൽ കർത്താവ് പറയുന്നത് ദരിദ്രനാണ്, മനുഷ്യൻ ചിന്തിക്കുന്നവൻ സമ്പന്നനാണെന്നാണ്. അവന്റെ പാപത്തിന് പരിഹാരമായി അവൻ എന്തൊക്കെയോ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്ന നിലയിൽ സാധാരണ മതത്തിന്റെ അനുഷ്ഠാനങ്ങൾ ഒക്കെ ചെയ്തു വരുന്ന ആളുകൾ ചിന്തിക്കുന്നത് അവർ സമ്പന്നരാണ്, അവർ സ്വതന്ത്രരാണ്, അവർ ആരോഗ്യവാന്മാരാണ് എന്ന് അവർ ചിന്തിക്കുന്നു. സുവിശേഷത്തിന്റെ സത്യം ഗ്രഹിക്കുന്നതിന് മുൻപ് ഇതാണ് സാധാരണ മനുഷ്യന്റെ ചിന്ത. സുവിശേഷം സത്യമായി ഒരുവൻ കേൾക്കുമ്പോഴാണ് അവൻ ശരിക്കും ജീവനുള്ള വിശുദ്ധനായ ദൈവത്തിന്റെ മുൻപാകെ നിൽപ്പാൻ അയോഗ്യനാണ് എന്ന ബോധ്യം അവനുണ്ടാകുന്നത്. അല്ലെങ്കിൽ മനുഷ്യർ ചിന്തിക്കുന്നത് God will surely accept me because of my good works, because I belong to this religion, because I have done such and such a good thing. കർത്താവ് സംബോധന ചെയ്യുന്നത് കുരുടർക്ക് കാഴ്ച, ബദ്ധന്മാർക്ക് വിടുതൽ, ദരിദ്രർ എന്നൊക്കെയുള്ള വാക്കുകളാണ്. മതഭ്രാന്തന്മാർക്ക് തിരിയാത്ത വാക്കുകളാണ്. ശരിക്കും ഈ ഓരോ മതത്തിൻ്റെയും ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളിലൂടെ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാനായി ശ്രമിക്കുന്ന സകല ആളുകളും വാസ്തവമായി ദരിദ്രരാണ്, വാസ്തവമായി ബന്ധിക്കപ്പെട്ടവരാണ്, വാസ്തവമായി അന്ധരാണ്, വാസ്തവമായി പീഡിപ്പിക്കപ്പെട്ടവരാണ്. കാരണം പാപത്തിന് പരിഹാരം ലഭിച്ചിട്ടില്ല. They are in bondage. ശിഷ്യത്വ പാഠമാണെങ്കിലും കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ സ്വീകരിക്കാത്ത അനുഭവിക്കാത്ത ആരെങ്കിലും ഈ സൂമിലോ അല്ല പിന്നീട് ഇത് അനേക ആയിരങ്ങളിലേക്ക് എത്തുമ്പോൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ പാപത്തിന് പരിഹാരമില്ല. ദൈവം വെച്ചിരിക്കുന്ന ഒറ്റ വഴിയേ ഉള്ളൂ പാപത്തിന് പരിഹാരത്തിന്. ഇറ്റ് ഈസ് ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വായിച്ച ഈ മെറ്റഫോറുകളൊക്കെ ശരിക്കും അത് വിളിച്ചറിയിക്കുന്നത്
മനുഷ്യന്റെ ആത്മീകമായ ഡെലിവറൻസിന് അവനാൽ ഒന്നും സാധ്യമല്ല. ഓൺലി ദ ലോർഡ് ക്യാൻ ഡു. മശിയായുടെ ആ ശുശ്രൂഷയിലൂടെ മാത്രമേ അവർക്ക് ഇറ്റേണൽ പണിഷ്മെന്റിൽ നിന്ന് ഡെലിവറൻസ് ഉള്ളൂ. അതിനു വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ താണഭൂമിയിൽ വന്നിരിക്കുന്നത്. അതിന് ഞാന് നിങ്ങളെ ഒരു വാക്ക് കാണിക്കാം. നിങ്ങൾ നോക്കിക്കേ, ഈ 18-19 വാക്യങ്ങളിൽ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒന്നുകൂടെ ആ വാക്യങ്ങളൊന്ന് വായിക്കുമ്പോൾ ഒരു വാക്കിന് ഞാൻ ഊന്നൽ കൊടുത്ത് വായിക്കാം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ വേറെ ആരുമില്ല എന്നെ അഭിഷേകം ചെയ്യാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ. there is no other. ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും. 19 വാക്യം, കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. മനുഷ്യന്റെ ബന്ധനത്തിനുള്ള പരിഹാരം കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഹി ഈസ് ദ മസ്സായ. ഹി ഈസ് ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം ഓഫ് സിൻ. ഇനി അതിലെ ഒന്നാമത്തെ ആ മെറ്റഫോർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. ദരിദ്രന്മാർ, ദ പൂർ പീപ്പിളിനോടാണ് കർത്താവ് പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത്. അപ്പൊ പൂർ എന്നുള്ള വാക്കിന് ഒരു ഡെഫിനിഷൻ നമുക്ക് വേണം. ടോക്കോസ് എന്നൊരു പദപ്രയോഗമാണ്. ഈ പദപ്രയോഗം എക്കണോമിക്കൽ പോവർട്ടി അനുഭവിക്കുന്നവരിൽ പരിമിതപ്പെടുത്തരുത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് കേവലം സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണെന്ന് മാത്രം ചിന്തിച്ച് പരിമിതപ്പെടുത്തരുത്. ആരാണ് ഈ ദരിദ്രന്മാർ? അങ്ങേയറ്റം ഇല്ലായ്മ അനുഭവിക്കുന്നവർ എന്നേ അർത്ഥം. അല്ലെങ്കിൽ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കുന്നവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കേവലം ഭൗതിക തലമല്ല, ആത്മീകമായി. അത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യമാണ്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ആത്മാവിലെ ദാരിദ്ര്യം ശരിക്കും എല്ലാവർക്കും ഉള്ളതാ. പക്ഷെ ഇത് അക്നോളജ് ചെയ്യുന്നവർ ചുരുക്കമാണ്. ഇല്ല, എന്നെ കൊണ്ടൊക്കും എന്നതാണ് പലരുടെയും മട്ടും ഭാവവും. എനിക്ക് വിശുദ്ധനായ ദൈവത്തിന്റെ മുൻപാകെ നിൽപ്പാൻ ഞാൻ അയോഗ്യനാണ്, ഐ ഡു നോട്ട് ഹാവ് എനി റിസോഴ്സസ് എന്ന് സ്വയം വിലയിരുത്തി മനസ്സിലാക്കിയ ആ സ്വന്തമായിട്ടുള്ള ആത്മീക ദാരിദ്ര്യം തിരിച്ചറിഞ്ഞയാൾ ദരിദ്രന്മാർ. പാപം നമ്മെ എല്ലാവരെയും ആത്മീകമായി ദരിദ്രരാക്കുന്നു. പാപം നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം വികലമാക്കുന്നു. പാപം നമുക്ക് പാപ സ്വഭാവത്തിന്റെ മേൽ ജയിക്കുവാൻ ശക്തിയില്ലാതെയാക്കുന്നു. ദരിദ്രന്മാർ അങ്ങനെ ആവശ്യത്തെ തിരിച്ചറിയുന്നവരോടാണ് ജീസസിന് ഗോസ്പൽ പ്രീച്ച് ചെയ്യാനുള്ളത്. സ്വയമായി ആത്മിക വിഷയത്തിൽ സമ്പന്നരായിരിക്കുന്ന ഒരാളിന് യു വിൽ നെവർ അണ്ടർസ്റ്റാൻഡ് ദ ഗോസ്പൽ.
സുവിശേഷത്തിലൂടെ ദൈവത്തെക്കുറിച്ചും നമുക്കൊരു വെളിപ്പാടുണ്ടാകുന്നു. നാം നമ്മെക്കുറിച്ച് തന്നെ അറിയുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന ടീമല്ല നമ്മൾ. We are helpless in our sinful state. ആ ദാരിദ്ര്യം തിരിച്ചറിയുക. ഈ ടോക്കോസ് എന്ന പദപ്രയോഗം എന്ന് പറഞ്ഞാൽ ആത്മീകമായി നിങ്ങൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഒരു അക്ഷരീകമായ ഉദാഹരണം, ഭൗമിക ഉദാഹരണം പറയാം. ധനവാന്റെയും ലാസറിന്റെയും ചരിത്രത്തിൽ ആ ലാസർ എന്ന് പറയുന്ന ദരിദ്രൻ ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്നത് തിന്ന് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചു. അതുപോലെ ആത്മീകമായിട്ടുള്ള ഒരാൾ, he has absolutely no resources at all, completely in bondage to sin. ഇതാണ് എല്ലാ മനുഷ്യന്റെ സ്ഥിതി, whether you realize it or not. This is what the Bible says. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഏതെങ്കിലും നിലയിൽ എൻ്റെ ഈ വാക്കുകൾ അവിടുത്തെ യൗവനക്കാരായ ആൺകുട്ടികൾ പെൺകുട്ടികൾക്ക് കേൾക്കുവാൻ സാധിച്ചാൽ അവരോടും ദൈവസ്നേഹത്തിൽ എനിക്ക് പറയാനുള്ളത്, എന്തൊക്കെ പുറത്ത് കാണിച്ചാലും ആന്തരികമായി we are like the poor beggar. ഈ ആത്മാവിലെ ദാരിദ്ര്യമാണ് ശരിക്കും മാത്യു 5:4 പറയുന്നത്. മോർണിംഗ് എൻ്റെ ദാരിദ്ര്യം തിരിച്ചറിഞ്ഞ് ഞാൻ പൊട്ടിക്കരയുകയാണ്. ഐ cannot stand before God. അവിടുത്തെ നീതി എനിക്ക് കണക്കിട്ടെങ്കിൽ മാത്രമേ എനിക്ക് വിടുതലുള്ളൂ. എനിക്ക് സ്വയനീതിയില്ല. God will not accept me. God will only accept me by imputing his own righteousness to me. അങ്ങനെ ഒരു ദാരിദ്ര്യം, ഒന്നുമില്ലാത്ത അനുഭവം. പൊങ്ങച്ചം പറയുന്ന സകല പുള്ളികളും മനസ്സിലാക്കണം. യെശയ്യാ പ്രവചനം 64:6 വാക്യത്തിന്റെ 2-ാം ഭാഗം, ഞങ്ങളുടെ നീതിപ്രവർത്തികളൊക്കെയും കറ പുരണ്ട തുണി പോലെയാണ്. ഞാൻ ചില ആളുകളോടൊക്കെ സുവിശേഷം പങ്കുവയ്ക്കും വ്യക്തിപരമായി. അങ്ങനെ പങ്കുവെക്കുന്ന സമയത്ത് വളരെ ലളിതമായിട്ട് ഞാൻ ചോദിക്കാറുണ്ട്, സ്വർഗത്തിൽ പോകുന്നു ഉറപ്പുണ്ടോ? അപ്പൊ ചെല്ലു പറയും, ഓഹോ പിന്നെന്താ, സ്വർഗത്തിൽ ഞങ്ങൾ പോകുമല്ലോ. അപ്പൊ ഞാൻ വളരെ സിമ്പിളായിട്ട് ചോദിക്കുക, അതെന്താ അത്ര തൻ്റെ ഇടത്തോടെ പറയാൻ കാരണം? എന്നോട് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആരെയും ഒന്നും ദ്രോഹിച്ചിട്ടൊന്നുമില്ല, ഞാൻ നിങ്ങൾ ഈ പറയുന്ന പോലെ വലിയ പാവമൊന്നും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ മാതാപിതാക്കൾ പറയുന്നതൊക്കെ അനുസരിച്ച് എല്ലാം സന്തോഷമായിട്ട് ഞാൻ ആരെയും വേദനപ്പെടുത്തിയിട്ടില്ല. സോ therefore God has to accept me. ബൈബിൾ അതല്ല പറയുന്നത്. ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ നല്ലതാണ്. മാതാപിതാക്കൾ ഇരിക്കണം, ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം ഉണ്ടായിരിക്കണം, ഇതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതല്ല ക്വാളിഫൈങ് മാർക്ക്. ഏകന്റെ അനുസരണക്കേട് നിമിത്തം ലോകത്തിലുള്ള സകല മനുഷ്യരും പാപികളായി. അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ that is a sinner before a holy God. ഒരു സിൻഫുൾ നേച്ചർ നമ്മുടെ അകത്ത് വരികയാണ്. നിങ്ങളുടെയൊക്കെ കൊച്ചുമക്കളും മക്കളെയൊക്കെ ഒന്ന് വാച്ച് ചെയ്താൽ മതി. കൊച്ചുമക്കൾ 2 വയസ്സാകണ്ട, അതിന് മുമ്പിൽ തന്നെ അതിൻ്റെ ആ പിടിവാശിയും അതിൻ്റെ ആ നുണപറച്ചിലും ഇതൊക്കെ ആരും പഠിപ്പിച്ചതല്ല. ആദാമ്യ കുലത്തിൽ പിറന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണ്. തിരിച്ചറിവിന്റെ പ്രായമാകുമ്പോൾ അതിന് ബോധ്യമാകണം, ഐ നീഡ് ഡെലിവറൻസ്. ആ ഡെലിവറൻസ് കംസ് ഓൺലി ത്രൂ അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഒരു മതശ്രേഷ്ഠനും പറ്റത്തില്ല, ഒരു പള്ളിക്കും പട്ടക്കാരനും പറ്റത്തില്ല, ഒരു പാസ്റ്റർക്കും പറ്റത്തില്ല. ഇറ്റ് കംസ് ഓൺലി ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷണറി ഡെത്ത് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ ടോക്കോസാണ്, ദരിദ്രരാണ്. ഈ നീതിക്ക് വേണ്ടി, ഈ നീതി ഇല്ലാതെ we are a nobody.
ദൈവം ഇംപ്യൂട്ട് ചെയ്യണം. ഈ ദരിദ്രന്മാരോടാണ് സുവിശേഷം അറിയിക്കാൻ, പ്രസംഗിക്കാൻ കർത്താവ് വന്നിരിക്കുന്നത്. മശിഹായ്ക്ക് മാത്രമേ ഈ ആത്മരക്ഷ തരാൻ കഴിയത്തുള്ളൂ. ആർക്കാണ് കൊടുക്കുന്നത്? ടു ദോസ് ഹു അക്നോളജ് that they are poor spiritually. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ യങ്സ്റ്റേഴ്സ്, പ്രായമുള്ളവർ സകലരും മനസ്സിലാക്കണം. ഈവൻ ഇഫ് യു നോ ദ ഹോൾ ബൈബിൾ ബൈ ഹാർട്ട്, യു ആർ സ്റ്റിൽ എ സിന്നർ. ആന്തരികമായി ദൈവവുമായി വ്യക്തിപരമായ ബന്ധം ക്രിസ്തുവിലൂടെ ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പടി, യു മസ്റ്റ് റെക്കഗ്നൈസ് ദാറ്റ് യു ആർ എ സിന്നർ ബിഫോർ എ ഹോളി ഗോഡ്. ഒരിക്കലേ ഞാൻ വായിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. യെരുശലേമിലൊരു മനുഷ്യനെ അവിടെ കടന്നുപോയി. ഒരു പണ്ഡിതനായ മനുഷ്യനാണ്, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ എങ്ങാണ്ട് പോയതാ. അപ്പൊ അദ്ദേഹം ഒരു ആളിനെ കണ്ടു. അങ്ങനെ അവര് തമ്മിൽ സംസാരിക്കുന്ന വേളയില് ഈ ആത്മീക മനുഷ്യന് ബോധ്യമായി അദ്ദേഹത്തിന് മൂലഭാഷയിൽ ബൈബിൾ കാണാതറിയാമോ, പഴയ നിയമ കാര്യങ്ങളൊക്കെ കാണാതറിയാം. അദ്ദേഹം ഓർത്ത്, അങ്ങനെ ഇപ്പോൾ ഒരാളിന് കാണാതെ പഠിക്കാൻ ഒക്കൂ. ഏതായാലും ഒരു പരീക്ഷണത്തിന് അദ്ദേഹത്തെ വിധേയപ്പെടുത്തി. അപ്പൊ അദ്ദേഹം ഈ ആത്മീയനായ മനുഷ്യരോട് ചോദിക്കണേ, ഞാൻ എവിടാ തുടങ്ങണ്ടേ എന്നാ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യും, സങ്കീർത്തനം പറയാൻ. സങ്കീർത്തന പുസ്തകം 1-ാം സങ്കീർത്തനം തൊട്ടങ്ങ് പറയുക, മൂലഭാഷയിൽ അങ്ങ് പറയുക. ഇത് കുറേ നേരമായി. അപ്പൊ ഇദ്ദേഹത്തിന് തൃപ്തിയായി, ശരിക്കും ഈ മനുഷ്യന് കാണാതറിയാം. അദ്ദേഹം പറഞ്ഞു, നിർത്താൻ പറഞ്ഞു. മതി, എനിക്ക് ബോധ്യമായി, താങ്കൾക്ക് മൂലഭാഷയിൽ പഴയ നിയമഭാഗങ്ങളൊക്കെ അറിയാം. അങ്ങനെ സംഭാഷണം പിന്നെയും മുന്നോട്ട് പോയപ്പോഴാണ് ഈ ആത്മീകന് മനസ്സിലായത്, ഈ കാണാതെ പറഞ്ഞ മനുഷ്യൻ നിരീശ്വരവാദിയാണ്. നമ്മുടെ സൺഡേ സ്കൂളിൽ ട്രോഫി കൊടുത്തു വിട്ടേനെ. ആത്മരക്ഷയ്ക്കുള്ള ആദ്യത്തെ പടി പാപിയാണെന്നുള്ള ബോധ്യം. ഐ ആം എ പൂർ മാൻ ബിഫോർ ഗോഡ്. ദരിദ്രനാണ്. ഈ ദരിദ്രന്മാർക്കാണ് വിടുതൽ. ദൈവം അവരുടെ ദാരിദ്ര്യത്തിനുള്ള സപ്ലൈ ആണ് കൊടുക്കുന്നത്. സങ്കീർത്തനം 51:17 വാക്യം. ഈ ആത്മീക ദാരിദ്ര്യമുള്ളവർക്കാണ് ഒരു ഉടഞ്ഞ സ്പിരിറ്റ് ഉള്ളത്, ബ്രോക്കൺ സ്പിരിറ്റ്. ദൈവത്തിൻ്റെ ഹനന്യയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സും തകർന്നു നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ഇതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഞാൻ ബൈബിളിൽ നിന്ന് പറയാം കേട്ടോ. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ്, ഞാൻ ബൈബിളിൽ തന്നെ പറയാം. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അതിൻ്റെ 13-14 വാക്യങ്ങൾ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു. 14-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയി, മറ്റവൻ അങ്ങനെയല്ല. ഇപ്പൊ രണ്ടുപേര് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക. ഫരീസയൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രാർത്ഥനയാണ്. അങ്ങോട്ട് ഒരു ക്ലാസ് എടുക്കുക. ഞാനാരാണെന്ന് അറിയത്തില്ലേ, ഞാനിങ്ങനെ ദശാംശം കൊടുക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരും ഉപവസിക്കുന്നവരും ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട്, എൻ്റെ ഒരു ഭാവനയിൽ എപ്പോഴും ഞാൻ ആ ഭാഗം കാണുന്നത്, അതുകൊണ്ട് അവനെ പോലല്ല ഞാൻ. മനസ്സിലായോ? അവന്റെ മതപരമായ ചടങ്ങുകളും കാര്യങ്ങൾ നിമിത്തം he feels that he is okay with God.
ചുങ്കക്കാരൻ വന്നിരിക്കുകയാണ്, മാറത്തടിച്ചെന്ന അവന്റെ മുഖം പോലും അവൻ പൊക്കുന്നില്ല. And he cried out, have mercy on me. ഈ 14-ാം വാക്യത്തിന്റെ ആരംഭത്തിൽ പറയുന്നത് അവൻ നീതീകരിക്കപ്പെട്ടവനായി വീട്ടിലേക്ക് പോയെന്നാണ്. Because he was poor in spirit. He acknowledged his poverty, spiritual poverty. ഇതിന് നല്ലതാണ് കമ്പയർ ചെയ്യാൻ കേട്ടോ, കമ്പയർ ചെയ്യാൻ. അക്ഷരാർത്ഥത്തിൽ പൂറായിരിക്കുന്നവരെ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതുപോലെ ആത്മീകമായിട്ട് പൂറായിട്ടിരിക്കുന്ന ആളുകൾ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം, അതിന്റെ ആരംഭ ഭാഗം. ലവോദിക്യ സഭയോടുള്ള ദൂതിൽ നോക്കിക്കേ, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അടുത്തത് അസലവന്റെ അനുഭവം, നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും നഗ്നനും എന്ന് അറിയാതിരിക്കയാൽ. കർത്താവ് പറയാണ് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ. അപ്പൊ ഗുഡ് ന്യൂസ് ഓഫ് ദ ഗോസ്പൽ എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ആത്മീക ദാരിദ്ര്യം തിരിച്ചറിഞ്ഞ് പൊങ്ങച്ചം പറയാതെ ദൈവസന്നിധിയിൽ വരുന്നവർക്ക് ആത്മരക്ഷയുണ്ട് ത്രൂ ജീസസ് ക്രൈസ്റ്റ്. That's what Jesus came to preach. ഇതല്ലേ ദൈവസഭയുടെ മുൻഗണന. എന്താണ് ഈ ഗുഡ് ന്യൂസ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സമ്പന്നനായിരിക്കെ അവിടുന്ന് നമുക്ക് വേണ്ടി ദരിദ്രനായി നമ്മളെ സമ്പന്നരാക്കാൻ. ആ വാക്യമെല്ലാം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്തിട്ട് ഭൗതിക സമ്പന്നത കിട്ടുമെന്ന് വ്യാഖ്യാനിക്കുന്ന പുള്ളികളും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് ഓഫർ ചെയ്യുന്നത് നിത്യജീവനാണ്. പാപത്തിന്റെ ശക്തിയുടെ മേൽ ഉള്ള ജയമാണ് ത്രൂ ഹിസ് മിനിസ്ട്രി. ആൻഡ് ദാറ്റ്സ് വാട്ട് ഹി കെയിം ടു പ്രീച്ച്. പിന്നെ ഒരു കാര്യം കൂട്ടിച്ചേർത്ത് മുന്നോട്ട് പോകാം. ദരിദ്രർ എന്നുള്ളത് ഞാൻ ഇപ്പോൾ വ്യാഖ്യാനിച്ചത് ഭൗതിക ദാരിദ്ര്യത്തിൽ മാത്രം നമ്മൾ ആ വാക്കിനെ ഒതുക്കരുത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഇന്റൻഷൻ ഈസ് സ്പിരിച്വൽ പോവർട്ടി, ആത്മീക ദാരിദ്ര്യം. അവരുടെ ദാരിദ്ര്യം തിരിച്ചറിയുന്ന ആളുകൾക്ക് സുവിശേഷത്തിലൂടെ വിടുതലുണ്ട്. ഇത് പ്രസംഗിക്കാനാണ് കർത്താവ് വന്നത്, ദരിദ്രരോട് സുവിശേഷം പറയാൻ. 18-ാം വാക്യം അതാണ് പറയുന്നത്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. യു കനോട്ട് മേക്ക് ഇറ്റ്, യു ആർ ഹെൽപ്ലെസ്, യു ആർ ഓൺ യുവർ വേ ടു ഡിസ്ട്രക്ഷൻ എന്ന ബോധ്യമുള്ളവർക്ക് they have the good news preached to them. ജീസസ് അതിനാ വന്നത്. അപ്പൊ ഇത്രയും ഞാൻ ഇങ്ങനെ പറഞ്ഞാലും ഒരു കാര്യം ഒന്ന് എംഫസിസ് ഞാൻ കൊടുക്കാം. സുവിശേഷം മിക്കപ്പോഴും ഏറ്റെടുക്കുന്നത് ഭൗതിക ദാരിദ്ര്യം ഉള്ളവരാണെന്നുള്ളത് ഒരു സത്യം കൂടെയാണ്, അല്ലേ? എല്ലായ്പ്പോഴും എന്നുള്ള വാക്കല്ല ഞാൻ ഉപയോഗിച്ചത്. മിക്കപ്പോഴും വേറെ ഓൾട്ടർനേറ്റീവ് ഒന്നും ഇല്ലാത്തവർക്കാണ് ദൈവത്തോടടുക്കണമെന്നുള്ള ബോധ്യം പലപ്പോഴും വരുന്നത്. ചിന്തിച്ചിട്ടുണ്ടോ? കൊരിന്ത്യർക്ക് പൗലോസ് ലേഖനം എഴുതുമ്പോൾ 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ള വചനങ്ങൾ
നമ്മൾ പലപ്പോഴും വായിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള വാക്യങ്ങളാണ്. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവീൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാർ ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തെരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായത് ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. അപ്പൊ അവരവരുടെ ആ ഡെസ്പറേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസ്, ഒരു നിലയിലും ഒന്നുമില്ലാതിരിക്കുന്ന ആളുകളെ വാസ്തവത്തിൽ അവരുടെ ആ ശൂന്യതയിൽ ആത്മീക കാര്യങ്ങൾക്ക് അവരുടെ അന്തരാത്മാവിൽ തള്ളലുണ്ടാകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ പണക്കാരനാകട്ടെ, ഭൗതിക തലത്തിൽ ഞാൻ പറയുന്നത്, പണക്കാരനാകട്ടെ ദരിദ്രനാകട്ടെ, അവരവരുടെ ആത്മീക ദാരിദ്ര്യം ബോധ്യമുള്ളവർക്കാണ് ഈ സുവിശേഷ സന്ദേശം പ്രയോജനപ്പെടുന്നത്. എന്നാലും സുവിശേഷ സന്ദേശം കുറച്ചുകൂടെ വേഗത്തിൽ ഏറ്റെടുക്കുന്നത് അക്ഷരീകമായി ഭൗതികമായി ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണ് എന്നുള്ളത് തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയും. എന്തെങ്കിലും നിങ്ങൾക്കൊരു ഉടക്കുണ്ടെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷം 18:25, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയുടെ കടക്കുന്നത് എളുപ്പം എന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറഞ്ഞു. യാക്കോബിന്റെ ലേഖനം 2:5, യാക്കോബ് നോക്കി എന്താ എഴുതുന്നത്? ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? ഇപ്പൊ പണമായിപ്പോയി, എന്ത് ചെയ്യും? ആ പണം ആത്മീകതയ്ക്ക് തടസ്സമാകരുത്. Humble yourself and trust God for the salvation of your soul. Praise the Lord. ദൈവം പിന്നാട്ടെ, ഓ എന്തോ നീ പാപം. ആഹാ, അതുകൊണ്ടാണ് പ്രസംഗികൾ ഇപ്പൊ പാപത്തെക്കുറിച്ച് പറയാത്തത്. കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ശുശ്രൂഷകരെ, he came to Nazareth into the synagogue and he wants to tell how people can be delivered from sin. Sin is the main problem. അല്ലാതെ ഗ്രീൻ കാർഡ് കിട്ടുന്നതിനെ കുറിച്ച് നസറത്തിൽ പ്രവചിക്കുകയല്ല. ഞാനൊരു ആനുകാലിക ആപ്ലിക്കേഷൻ നടത്തിയ, നാളെ എന്നോടാരും വാട്സാപ്പിൽ ചോദിക്കല്ല അങ്ങനെ ബൈബിളിൽ ഏത് വാക്യമാ ഗ്രീൻ കാർഡ് കിട്ടുന്ന എഴുതിയെന്ന് പറഞ്ഞാൽ ഈ ആനുകാലിക ആപ്ലിക്കേഷൻ നടത്തിയതാണ്. ഇപ്പൊ വരുന്ന പ്രസംഗകർക്കും പ്രവാചകന്മാർക്കും എല്ലാം പറയാനുള്ളത് അല്ല. അങ്ങനെ ഇപ്പൊ പറഞ്ഞാലും പ്രശ്നമാ. നിങ്ങളുടെ വീട്ടിൽ ആ രാത്രി 11 മണിക്ക് വിളിച്ച് ഇവനെ ഞെക്കിപ്പിഴിഞ്ഞ് പ്രസംഗിക്ക്, അല്ലെ പ്രവചിക്ക്, ഒന്നുകൂടൊന്ന് പ്രാർത്ഥിച്ച് നോക്കിക്ക് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ഇരുത്തുമ്പോ, മകളെ നീ സ്വർഗത്തിൽ പോകുന്ന ആളല്ല എന്ന് പറഞ്ഞാൽ ചെക്ക് പോയി. മനസ്സിലായോ? അപ്പൊ എന്തു പറയും? നീ നടുത്തൂണായിട്ട് കാണുന്നു, നീ വലിയ പുള്ളിയാണ്, ഭൗതികമായി സമ്പന്നനായി ഇരിക്കുന്നത് പോലെ തന്നെ മാലാഖമാരെയൊക്കെ കാണും നിന്റെ ചുറ്റിനും. ഇതൊക്കെ പറഞ്ഞാൽ അമ്മാമ്മ ഒരു നല്ല ചെക്ക് എഴുതി ഞാൻ കൊടുക്കും. നോ മൈ ബ്രദേഴ്സ്, ജീസസിനെയാണ് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ജീസസ് ഇതൊന്നുമല്ല. നസ്രയത്തിലെ ആളുകളെ ഏകദേശം 30 വയസ്സ് വരെ നസ്രത്തുകാർക്ക് ആളിനെ അറിയാം.
അവിടെ വന്ന് ആദ്യത്തെ ശുശ്രൂഷ കിട്ടുമ്പോൾ അവരെ കയ്യിലെടുക്കാനല്ല നോക്കുന്നത്, അവരുടെ കയ്യടിയല്ല. ശ്രദ്ധിക്കണം, ഞാൻ ഇന്ന് അത്ര എനിക്ക് പോകാനൊക്കത്തില്ല. എന്നാൽ ഈ വേദഭാഗം നമ്മൾ അവസാനിക്കുമ്പോൾ ആദ്യം ലാവണ്യ വാക്കുകൾ നിമിത്തം അപ്രീഷിയേറ്റ് ചെയ്തവർ കൊല്ലാൻ തുടങ്ങിയെന്ന. ശരിക്ക് പ്രസംഗിച്ചാൽ ഉണ്ടല്ലോ അങ്ങനെയാണ് സംഭവിക്കുന്നത്. മുഖം നോക്കാതെ പ്രസംഗിച്ചാൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ? നമ്മുടെ ജഡത്തിനൊരു വീക്ക്നെസ് ഉണ്ട്. അതെന്താ? എന്നെ സുഖിപ്പിക്കുന്ന പ്രവചനം എനിക്ക് കേട്ടോണ്ടേ ഇരിക്കണം. പ്രത്യേകിച്ച് ഒരു പൊതു സദസ്സിൽ നമ്മളെ ഒന്ന് മകനെ, ഫ്ലൈറ്റിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് ഇറങ്ങാതെ വണ്ണം നീ ഇതാ ശുശ്രൂഷയുടെ ചാലുകൾ നിനക്ക് വേണ്ടി തുറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പറയാൻ തുടങ്ങിയാൽ നമുക്കത് വലിയ ഗംഭീരമായിട്ട് തോന്നും. ഞങ്ങളിവിടെ ഒരു കൺവെൻഷൻ നടത്തുക, നമ്മുടെ യൗവനക്കാരൊക്കെ അവിടെ ഇറങ്ങി ഈ കട്ടൗട്ടുകൾ വെക്കുകയും ആളുകളെ കണ്ട് ഡോർ ടു ഡോർ ഇത് കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരു പുള്ളിയെ കണ്ടു. ആ പുള്ളി പറഞ്ഞ ഞാൻ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ കൊടുത്തു, ഇന്ന് ദൈവം മാനിച്ചു. എന്താ ദൈവം മാനിച്ചത്? ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. എനിക്കറിയത്തില്ല ഇതിൻ്റെ അർത്ഥം എന്താണെന്ന്. ഫ്ലൈറ്റ് അറ്റൻഡൻ്റ് ആണോ വേറെ എന്തെങ്കിലും തൊഴിലാണോ എന്തുവാ ഇതിൻ്റെ അർത്ഥമെന്നൊന്നും എനിക്കറിയത്തില്ല. ഇതൊക്കെയാണ് ആളുകൾ പിടിച്ചിരിക്കുന്നത്. എൻ്റെ പ്രിയരെ, ലിസൺ ടു മീ കെയർഫുള്ളി. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ദൈവത്തിന് മനുഷ്യരെ രക്ഷിക്കണം ഫ്രം സിൻ. ദാറ്റ്സ് ദ മെയിൻ തിങ്. ലെറ്റ് us keep the main thing as the main thing. മനുഷ്യരുടെ പാപത്തിൽ നിന്ന് ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ താണഭൂമിയിലേക്ക് അയച്ചു. അവിടുത്തെ മനുഷ്യത്വത്തിൽ ആത്മാവിന്റെ നടത്തിപ്പിലും നിയോഗത്തിലും പള്ളിയിൽ വന്ന് ആത്മാവിന്റെ നടത്തിപ്പിൽ ഭൗതിക കാര്യമല്ല, ദരിദ്രന്മാരോട് സുവിശേഷം പറയണം. People cannot even discern things now. ഈ കാര്യം മനസ്സിൽ വെക്കണം. എന്നിട്ട് വരുന്ന പ്രഭാഷകരെയും പ്രവാചകന്മാരെയും ഡിസേൺ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് ആത്മാവിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, those who have acknowledged that there is no resource with them to be reconciled with God, ജീസസ് പറയുന്നത് സുവിശേഷം I will preach to them. ആ 18-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ. ഇവിടെ ദൈവമക്കളോട് ഞാൻ അപേക്ഷിക്കുക, ഒന്ന് ശ്രദ്ധിക്കണം. ഈ 18-19 വാക്യത്തിൽ ഒരു റെപ്പറ്റീഷൻ കാണാൻ കഴിയും. ഇവിടെ മലയാളം തർജ്ജിമയിൽ അറിയിപ്പാൻ എന്നൊരു പ്രയോഗമാണ്. ചില തർജ്ജിമകൾ പ്രീച്ച് എന്ന് തന്നെയാണ്, അറിയിപ്പാൻ. അപ്പൊ ഇത് 18-ാം വാക്യത്തിന്റെ 2-ാം ഭാഗമാണ്. 3-ാം ഭാഗത്തിലും പ്രസംഗിപ്പാൻ, 19-ാം വാക്യത്തിലും പ്രസംഗിപ്പാൻ, ടു പ്രീച്ച്, ടു പ്രൊക്ലെയിം. അപ്പൊ 14-ാം വാക്യത്തിൽ നമ്മൾ കണ്ടതാണ് കർത്താവ് പള്ളികളിൽ ഉപദേശിച്ചു. കർത്താവിന്റെ പാറ്റേൺ ആൻഡ് പ്രയോറിറ്റി ഓഫ് മിനിസ്ട്രി വെളിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുക പ്രീച്ച്, പ്രീച്ച്, പ്രീച്ച്. ദൈവവചനത്തിന് കർത്താവ് കൊടുത്ത പ്രയോറിറ്റി, എന്റെ പ്രിയപ്പെട്ടവരെ, നാം കാണാതെ പോകരുത്. പ്രസിദ്ധരായ ആളുകൾ പോലും അന്ധത പിടിച്ച് ആളുകളെ ഇളക്കുന്ന ഡയലോഗുകൾ പറയുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. പ്രസംഗമല്ല നമുക്ക് ആവശ്യം. അസ്ഥിരരായ ആളുകൾ അതിന് കൈയടിക്കും. പിന്നെന്താണ് നമുക്ക് ആവശ്യം? You don't want to follow Jesus Christ?
Look at the priority that our Lord gave to the teaching and preaching of the word of God. സുവിശേഷം അറിയിപ്പാൻ, preaching the gospel. സ്തോത്രം. അതിനാണ് അനോയിന്റിങ്. കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ എല്ലാവർക്കും അഭിഷേകം വേണം. എന്തെല്ലാം അഭിഷേകം എൻ്റെ പൊന്നെ. ഇന്ന് ഒരു ദൈവദാസൻ പല പല അഭിഷേകം പറയുന്നത് കേട്ടു. എനിക്ക് അത്രയൊന്നും അറിയത്തില്ല. എനിക്ക് ഈ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ എനിക്കറിയത്തുള്ളൂ. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. കർത്താവ് എന്നെ അഭിഷേകം. ഈ പറഞ്ഞ് ഒടുവിൽ കർത്താവിനെക്കാട്ടിൽ ഇപ്പൊ അഭിഷേകമാ പലർക്കും. അത് വളരെ ഡേഞ്ചറസ് ആ കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. അതൊക്കെ വലിയ ഡേഞ്ചറസ് സിറ്റുവേഷനാ. പണ്ടൊരുത്തൻ അങ്ങ് വാചാലമായി പൗലോസ് ഒന്നും ഇല്ലെന്ന് പുള്ളി പറയുന്ന മട്ടിൽ വന്നു. മനസ്സിലായോ? ഇതിനെല്ലാം സാധുക്കളും അസ്ഥിരരുമായ ഒന്നും തോന്നല്ലേ സഹോദരിമാർ കൈയടിച്ച് ബഹളമുണ്ടാക്കും. എല്ലാവരും അല്ലേ ധനശാലികളായ സഹോദരിമാരുണ്ട്. ഈ ധൃതിയിൽ എന്തെങ്കിലും വൈബ്രേഷൻ ഇട്ട് പറഞ്ഞാൽ അതെല്ലാം ആത്മാവിൽ പറയാണെന്നൊരു തെറ്റിദ്ധാരണ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ ഉമിനീര് പോലും ഇറക്കാൻ കഴിയാതെ അതിവേഗത്തിൽ അങ്ങ് പോകുമ്പോൾ എന്തോ അഭിഷേകമാണ്. പലപ്പോഴും ഇതൊക്കെ തെറ്റിദ്ധാരണകളാണ്. എന്താണ് ഇയാൾ പറയുന്നത്? ഇത് വേദപുസ്തകവുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ എന്നുള്ളത്. ബെരോവയിലെ ഉത്തമന്മാരെ പോലെ ദൈവത്തിന്റെ തിരുവെഴുത്തുകൾ ആരാഞ്ഞ് നോക്കണം, പഠിക്കണം. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തെറ്റിപ്പോകും. ഞാൻ പ്രിയരോട് ഒരു മുന്നറിയിപ്പ് എന്ന പോലെ പറയാം. എന്തെല്ലാം ഉപദേശം എൻ്റെ പൊന്നെ. 66 പുസ്തകങ്ങൾ അടങ്ങിയ ഒരു പുസ്തകം, വേദപുസ്തകമുണ്ട്. യോ ഓസ്ട്രേലിയയിലെ ഉപദേശം, അമേരിക്കയിലെ ഉപദേശം, ഇന്ത്യയിലെ ഉപദേശം, ആഫ്രിക്കൻ വേറൊരു ഉപദേശം, എന്തെല്ലാം ഉപദേശം. സാധുക്കളായ നമ്മുടെ പിതാക്കന്മാർ ഈ പെന്തക്കോസ്ത് സത്യത്തിന് വേണ്ടി ഇറങ്ങിയപ്പോൾ വേദപുസ്തകം വായിച്ച്, അന്ന് ഇന്റർനെറ്റും ഇല്ല, യൂട്യൂബും ഇല്ല, ഒരു പരിപാടിയും ഇല്ല. ദൈവവചനത്തെ അവര് സാക്ഷാലതായിരിക്കുന്നത് പോലെ മനസ്സിലാക്കി വിശ്വസിച്ച് മുന്നേറിയ ആളുകളുടെ പിൻതലമുറയായ നമ്മൾ എവിടെ നിൽക്കുകയാണിപ്പോൾ? ഭക്തിയോടെ അവർ ജീവിതം കാഴ്ചവെച്ചു. അവര് വിശ്വസിക്കാത്ത പല കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ ഇടയിൽ കടന്നുകൂടിയിട്ടുണ്ട്. അവർ ത്യജിച്ച പല കാര്യങ്ങൾ ദൈവാനുഗ്രഹമാണെന്ന് ഇപ്പോൾ ചിന്തിച്ചു വരുന്ന കാലഘട്ടമാണ്. ലോകമെനിക്കു വേണ്ട, ലോകത്തിനിമ്പം വേണ്ട, പോകണം യേശുവിൻ പാതേ നോക്കി. പാടരുത്, ചുമ്മാ പാടരുത്. എന്തിനാ പാടി ഒരു നുണയോടെ പറയുന്നേ? എന്തിനാ വെറുതെ പാടി ഒരു കള്ളം കൂടെ പറയുന്നത്? അവരാത്മാവിൽ ഇത് പാടി, അത് അച്ചടി പുസ്തകത്തിലുണ്ട്. നമ്മൾ ഇത് ഏറ്റുപാടുമ്പോൾ അർത്ഥം അറിഞ്ഞല്ല. കാരണം ആ സമയത്ത് നമ്മൾ പാടിക്കൊണ്ട് വാട്സാപ്പ് കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതൊന്നും അർത്ഥമറിഞ്ഞൊന്നുമല്ല. കാലം പോയ പോക്ക് കണ്ടോ പ്രിയരെ? ലെറ്റ്സ് റിട്ടേൺ ടു ദ വേർഡ് ഓഫ് ഗോഡ്. He anointed me to preach the gospel. Preach. You need to be anointed to preach. ദൈവവചനം ശുശ്രൂഷിക്കാൻ അഭിഷേകം. കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ 18ന്റെ 3-ാം ഭാഗമാണ്. ഇത് റെഫർ ചെയ്യുന്നത് ലൂക്കോസ് 3:22 നമ്മൾ ചിന്തിച്ചിട്ടുള്ള വേദഭാഗമാണ്. അപ്പോസ്തലപ്രവൃത്തി 10:38 കൊർന്നല്യോസിന്റെ വീട്ടിൽ പീറ്ററിന്റെ പ്രഭാഷണത്തിൽ നസ്രയനായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്തു. കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഡിവൈൻ കമ്മീഷനിങ് ആണ്
കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. അപ്പോസ്തല പ്രവൃത്തികൾ നോക്കിയ ലൂക്കോസ് 4-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹേരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി. സി, ജീസസ് ദി അനോയിന്റഡ് വൺ. പീറ്ററിന്റെ വാക്കുകൾ കൊർന്നല്യോസിന്റെ വീട്ടിൽ നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. He was anointed to preach to the poor. We need the anointing. എന്ത് ചെയ്യണം പാസ്റ്ററെ? പ്രാർത്ഥിച്ചാ മതി. ജീസസ് അതാണ് ചെയ്തത്. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭ അതാണ് ചെയ്തത്. പക്ഷെ നമ്മുടെ പ്രശ്നം ഇതാണ്, നേരമില്ലല്ലോ പ്രാർത്ഥിക്കാനും നേരമില്ല, വചനം ധ്യാനിക്കാനും നേരമില്ല. പിന്നെ ഈ വണ്ടിയെ പോകുമ്പോൾ ഈ ട്രാഫിക് ബ്ലോക്ക് ഉള്ളപ്പോഴല്ലയോ നമ്മളൊരു മെസ്സേജിന്റെ അത് ഗിടുക്കളായിട്ടാ അല്ലേ? ഗിടുക്കൾ. ആമുഖം ഒന്ന് ഒരു ദിവസം കേട്ടു, അടുത്ത ദിവസം അതിന്റെ അടുത്ത ഭാഗം, അങ്ങനെ എന്തായി തീരും ഇതെല്ലാം. ഒന്നിനും നേരമില്ല. എനിക്ക് വളരെ സ്നേഹത്തിൽ പറയാനുള്ളത്, അതൊരു ബന്ധനമാണ്. ഇഫ് വി ഡു നോട്ട് ഹാവ് ടൈം ടു കം ബിഫോർ അവർ ലോർഡ് ഇൻ പ്രേയർ ഓർ മെഡിറ്റേഷൻ ഓഫ് ദ വേർഡ്, നമ്മുടെ അകത്തെ മനുഷ്യൻ സ്പിരിറ്റ് മാനിനു വേണ്ടി നമുക്ക് സമയമില്ല. നമ്മുടെ ഭൗതിക മനുഷ്യനെ പോഷിപ്പിക്കാൻ മാത്രമേ എനിക്ക് സമയമുള്ളെങ്കിൽ വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം, അപകട മേഖലയിലാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് അനോയിന്റിങ്. വാട്ട് ഡു വി ഡു? പ്രേ, പ്രേ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. വിളിച്ച വിളി വിശ്വസ്തയോടെ ദൈവത്തിന് തൃപ്തി ആകും വണ്ണം നിർവഹിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ ശാക്തീകരണം നമുക്ക് ലഭിക്കും. 18-ാം വാക്യത്തിന്റെ 4-ാം ഭാഗം, അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. അപ്പം ജീസസ് ഇവിടെ പറയുന്നത്, our source is the Holy Spirit. ശിഷ്യരെന്ന നിലയിൽ കർത്താവിനെ അനുഗമിക്കുവാനായി സമർപ്പിക്കപ്പെട്ട വ്യക്തികൾ ഇന്ന് ഇത് തിരിച്ചറിയണം. പാടാൻ, പ്രാർത്ഥിക്കാൻ, പ്രസംഗിക്കാൻ, ഇവിടുത്തെ വിഷയം പ്രസംഗമാണ്. ദൈവം വിളിച്ച കാര്യത്തിന് തൃപ്തികരമായി പൂർത്തീകരിക്കാൻ, the anointing and the spirit of the Lord is upon me. He has anointed me. ശുശ്രൂഷയുടെ സോഴ്സ് എന്താണ്? പരിശുദ്ധാത്മാവ്. The spirit of the Lord is upon me. അപ്പൊ മസ്സായ ശരിക്കും അവിടുന്ന് വന്ന ആ ശുശ്രൂഷ, പിതാവ് അവിടുത്തേക്ക് വെച്ചിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കുവാൻ he is empowered by the Holy Spirit in his humanity, and I add sinless humanity. യെശയ്യാ പ്രവചനം 11-ന്റെ 1-2 വാക്യങ്ങൾ നോക്കിയേ. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പും ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. And in fulfillment of this, here is Jesus saying, I am anointed to preach the gospel to the poor. ഇവിടെ നിന്നുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന എല്ലാവരോടും ഞാൻ 1-2 കാര്യം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഒരു കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരാം.
യെശയ്യാപ്രവചനത്തിലെ ഈ പ്രൊഫസിയാണ് മശിയ എന്ന നിലയിൽ കർത്താവിൽ ഫുൾഫിൽഡ് ആകുന്നത്. അപ്പം ഈ ശാക്തീകരണത്താലാണ് അവിടുന്ന് 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പാപികളോടുള്ള ബന്ധത്തിലുള്ള 4 പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരിക്കുന്നു. അവരോട് പ്രീച്ച് ചെയ്യാൻ തക്കവണ്ണം കർത്താവ് അനോയിന്റഡ് ആയിരിക്കുന്നത്. 2 കാര്യങ്ങൾ വേഗത്തിൽ പറയാം. പ്രിയരെ, പരിശുദ്ധാത്മാവിന്റെ ശാക്തീകരണം ഒന്ന്, ഇപ്പോൾ ഈ കോണ്ടെക്സ്റ്റിന്റെ വെളിച്ചത്തിൽ ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് ആബ്സല്യൂട്ട് നെസസറി. അതിന് യാതൊരു തർക്കവും ആർക്കും ഉണ്ടാകരുത്. അപ്പൊ ഈ ശാക്തീകരണം ഇല്ലെങ്കിൽ എനിക്ക് വാക്യങ്ങൾ കൂട്ടിയത് സുവിശേഷം പറയാൻ ഒക്കത്തില്ലേ? സുവിശേഷം പറയാൻ ഒക്കും, ഇഫക്റ്റീവ് ആകണമെന്നില്ല. ഇഫക്റ്റീവ് ആകണമെങ്കിൽ ദ പവർ ഓഫ് ഗോഡ് ആ വാക്കുകളിൽ ഉണ്ടാകണം. ഇപ്പൊ ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് ഇത് ആവശ്യമാണ്. രണ്ട്, ഇത് ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കുകയാണ്, ക്രിസ്തീയ ജീവിതത്തിനും ആവശ്യമാണ്. എഫേസ്യർ 5:18 വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകും. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നമുക്കതറിയാം. ഇവിടെ ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറയുമ്പോൾ കണ്ടിന്യൂസ്ലി ഫിൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. ശ്രദ്ധിക്കണം, ഇതിനോട് ചേർന്നാണ് 5:22 മുതൽ 33 വരെയുള്ള വാക്യത്തിൽ കുടുംബജീവിതത്തിന്റെ കാര്യം എഴുതിയിരിക്കുന്നത്. ക്രിസ്തീയ ജീവിതത്തിൽ ആത്മാവിന്റെ റോൾ മറന്നു പോകരുത്. ഹസ്ബൻഡിന്റെ റോളിൽ, ഭാര്യയുടെ റോളിൽ, ഇത് മുഴുവനും ആ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നടക്കണമെങ്കിൽ you can do it only by the power of the Holy Spirit. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്വന്തം ഭാര്യമാരെ സ്നേഹിക്കണം. Who can do that? ഭാര്യമാരെല്ലാം ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. How can you do that? This is the answer. ഇതുപോലെ തന്നെ 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 4 വാക്യങ്ങളിൽ ഹോളി സ്പിരിറ്റ് എംപവറിംഗിലാണ് ഗുഡ് പേരന്റിങ് നടക്കുന്നത്. മാതാപിതാക്കളും മക്കളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ഈ 5:18 പശ്ചാത്തലത്തില് 6-ാം അധ്യായത്തിന്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു ഗുഡ് എംപ്ലോയറായി, എംപ്ലോയി റിലേഷൻഷിപ്പിൽ by the power of the Holy Spirit. ഗലാത്യർ 5:16 വായിക്കാം, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. We have the Holy Spirit. Yield to the Holy Spirit. ആത്മാവ് മുഴുവൻ നിയന്ത്രണം എടുക്കട്ടെ. ക്രിസ്തീയ ശുശ്രൂഷയിൽ ആത്മാവിന്റെ പങ്ക് ഞാൻ പറഞ്ഞു. ക്രിസ്തീയ ശുശ്രൂഷയിൽ മാത്രമല്ല, നാണയത്തിന്റെ മറുവശം ക്രിസ്തീയ ജീവിതത്തിലും ഹോളി സ്പിരിറ്റിന്റെ ഫുൾനെസ് നമുക്ക് ആവശ്യമാണ്. ഞാൻ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. 18-ാം വാക്യത്തിന്റെ അടുത്ത ഭാഗം, ബദ്ധന്മാർക്ക് വിടുതൽ, proclaim freedom for the prisoners. അവിടെ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് തുടങ്ങാം. ഈ വചനം നമ്മളെ ബലപ്പെടുത്തട്ടെ, ശുദ്ധീകരിക്കട്ടെ, എൻകറേജ് ചെയ്യട്ടെ. പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. God bless you.